ഹായ് നമസ്കാരം. എന്താണ് AI? എന്താണ് ChatGPT? ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ഓഫീസിൽ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നെങ്കിൽ 24 മണിക്കൂറും ജോലി ചെയ്യും, ശമ്പളം ചോദിക്കില്ല, ലീവ് എടുക്കില്ല, ഒരു മിനിറ്റിൽ പോസ്റ്റ് ഉണ്ടാക്കും, എഴുതും, പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കും, ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതും, വീഡിയോ സ്ക്രിപ്റ്റ് എഴുതും, കസ്റ്റമറുടെ സംശയങ്ങൾക്ക് മറുപടി പറയും. അങ്ങനെ ഒരു സ്റ്റാഫിനെ നിങ്ങൾക്ക് ജോലിക്ക് എടുക്കാൻ പോകും. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു ഡിജിറ്റൽ സഹായിയാണ്. അതിന്റെ പേരാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് അല്ലെങ്കിൽ AI. AI എന്നത് മലയാളത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ പോലെ ചിന്തിക്കാനും പഠിക്കാനും മറുപടി നൽകാനും കഴിയുന്ന ഒരു കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയാണ്. ഒരു കാലത്ത് കമ്പ്യൂട്ടർ നാം പറയുന്നത് മാത്രം ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്ന് AIക്ക് വായിക്കാനും കഴിയും, എഴുതാൻ കഴിയും, ചിത്രമുണ്ടാക്കാൻ കഴിയും, വീഡിയോ ഉണ്ടാക്കാൻ കഴിയും, സംസാരിക്കാൻ കഴിയും, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും കഴിയും. അതുകൊണ്ട് തന്നെയാണ് ലോകം AI-യിലേക്ക് മാറുന്നത്. ChatGPT എന്താണ്? ഇപ്പോൾ ഉള്ള ചോദ്യം അതായിരിക്കും. AI മനസ്സിലായി. AI എന്ന് പറഞ്ഞാൽ ChatGPT ആണോ? അല്ല. AI ഒരു വലിയ ലോകമാണ്. ChatGPT അതിലൊരു ടൂൾ മാത്രമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്റർനെറ്റ് എന്ന വലിയ ലോകമുണ്ട്. അതിൽ ഗൂഗിൾ അതൊരു വെബ്സൈറ്റ് ആണ്. അതേപോലെ AI എന്ന വലിയ ലോകത്തിൽ ChatGPT ഒരു പ്രധാന ടൂളാണ്. ChatGPTയോട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് മനുഷ്യരെ പോലെ സംസാരിച്ച് മറുപടി നൽകും. ഇനി ഞാനൊരു ഡെമോ കാണിക്കാം. നിങ്ങളൊരു ജനസേവന കേന്ദ്രം നടത്തുന്ന ഒരാളാണെങ്കിൽ അവിടെ ചെയ്യേണ്ട ജോലികളെ വെച്ച് ഞാൻ ഒരു ഡെമോ കാണിക്കും. സാധാരണ ഒരു ജനസേവന കേന്ദ്രത്തിൽ ചെയ്യേണ്ട പണികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പോസ്റ്റർ ഉണ്ടാക്കണം, ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യണം, വാട്സാപ്പിൽ മെസ്സേജ് തയ്യാറാക്കണം, കസ്റ്റമറുടെ അപേക്ഷ എഴുതണം, ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കണം, അല്ലെങ്കിൽ ഒരു പരസ്യം എഴുതണം. ഇതൊക്കെ സാധാരണ എത്ര സമയം എടുക്കും? 30 മിനിറ്റ്, 1 മണിക്കൂർ, ചിലപ്പോൾ അതിലും കൂടുതൽ. പക്ഷേ AI ഉപയോഗിച്ചാൽ ഇതേ ജോലി ഏതാനും സെക്കൻഡുകൾക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് ഇപ്പോൾ അത് ലൈവായിട്ട് കണ്ടു നോക്കാം. അതിന് നമുക്ക് ക്രോം ബ്രൗസറിൽ പോകാം, ChatGPT എന്ന് ടൈപ്പ് ചെയ്യാം. chatgpt.com ആണ് ടൈപ്പ് ചെയ്യുന്നു. അതാ ഇന്റർഫേസ് വരുന്നു. അവിടെ നമ്മൾ ലോഗിൻ ചെയ്യുക. നമ്മുടെ ഇമെയിൽ ഉപയോഗിച്ച് തന്നെ ലോഗിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ChatGPTയോട് നമുക്ക് ചോദിക്കാം. നമുക്ക് പ്രോംപ്റ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് എന്ത് വേണം പ്രോംപ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ചോദിക്കാം. പിന്നെ ഇത് ഇവിടെ ഒരു മൈക്കിന്റെ ചിഹ്നമുണ്ട്. ഇവിടെ കൂടെ നമ്മൾ സംസാരിച്ചാൽ മതി. ChatGPTയോട് സംസാരിച്ചാൽ നമുക്കത് അതേപോലെ ചെയ്യും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ അതായത് ഒരു ജനസേവന കേന്ദ്രം നടത്തുന്ന ആൾ അവിടെ ഒരു പാൻ കാർഡിന് അപേക്ഷകൾക്ക് വേണ്ടിക്ക് ഒരു പോസ്റ്റ് ഉണ്ടാക്കണം. അതിനെക്കുറിച്ച് ഞാൻ പറയാം. എന്നിട്ട് ChatGPTയോട് ഈ മൈക്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ മലയാളത്തിൽ പറഞ്ഞാൽ മതി, അത് ക്രിയേറ്റ് ചെയ്ത് തരും. എനിക്കൊരു പോസ്റ്റർ തയ്യാറാക്കണം. അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പാൻ കാർഡ് സർവീസുകൾ ഞങ്ങളുടെ സെന്റർ വഴി ചെയ്യുന്നുണ്ട്. ആ പാൻ കാർഡ് സർവീസിന് വേണ്ടിയിട്ടാണ് പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. അത് ഒരു പെൺകുട്ടി പാൻ കാർഡ് കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോയും ഉണ്ടാകണം. പാൻ കാർഡ് സർവീസുകൾ ഇവിടെ ചെയ്യും. പിന്നെ അതേപോലെ തന്നെ അതിനൊരു കോൾ ടു ആക്ഷനും ഉണ്ടാകണം. ഒരു ഹുക്കും വേണം. ഈ ഹുക്കും കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മളൊരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതിലോട്ട് ആൾക്കാർ വരണമെങ്കിൽ ഒരു ഹുക്ക് വേണം. കാരണം അത് വെറുതെ കാര്യമില്ല, ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ നമുക്കത് പോസ്റ്റ് തയ്യാറാക്കാം. ഞാൻ ആ പറഞ്ഞത് അതേപോലെ എഴുതി വന്നിട്ടുണ്ട്. ഇതാണ് പ്രോംപ്റ്റ്. ശരിക്കും ഇങ്ങനെയല്ല, ഇതിൽ കൂടുതൽ പ്രോംപ്റ്റ് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഉദാഹരണോട് ആക്ട് ആസ് എ ഡിസൈനർ. നേരെ ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെൻഡ് പ്രോംപ്റ്റ് എന്നില്ലേ, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇനിയിപ്പോൾ അതൊക്കെ നമ്മുടെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ChatGPT എന്താണ് തരുന്നത് നമുക്ക് നോക്കാം. എല്ലാം കൃത്യമായിട്ട് വരണമെന്നല്ല, അത് പ്രോംപ്റ്റ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും. ഞാൻ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് അത് ചെയ്യുമോ എന്ന് നോക്കാം. അപ്പോൾ അതൊക്കെ ജനറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ആഹാ, എന്ത് എളുപ്പത്തിൽ നോക്കി. ഇനി പാൻ കാർഡ് എളുപ്പത്തിൽ ലഭ്യമാക്കാം. ഇതൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കാതെ പാൻ കാർഡ് സർവീസുകൾ ഇവിടെ ചെയ്യും. പുതിയ പാൻ കാർഡ് അപേക്ഷ, തെറ്റുതിരുത്തൽ, പാൻ ആധാർ ലിങ്ക് എല്ലാം. ഇതിപ്പോൾ ഈ തെറ്റുണ്ട്. അന്നേരം ഇതാ എഡിറ്റ് എന്നതിൽ പോയിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാം. സർവീസുകൾ നല്ല വേണ്ടേ, അവിടെ തെറ്റുണ്ട്. അതൊന്ന് ചെയ്താൽ മതി. കണ്ടോ, നല്ല ഒരു ഫോട്ടോയും വന്നു. കണ്ടോ, നല്ലൊരു കൃത്യമായിട്ട് കോൾ ടു ആക്ഷൻ. അതായത് കോൾ ടു ആക്ഷൻ വാട്സാപ്പ് നമ്പർ. ഇവിടെ നമ്മൾ വാട്സാപ്പ് നമ്പർ നമ്മുടെ എന്താണ്, നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്, ലോഗോയും കൂടെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും കൂടെ വരും. ഞാനൊരു ഉദാഹരണം കൂടെ കാണിച്ചു തരാം. അത് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അവിടെ പറഞ്ഞു കൊടുത്താലും മതി. പാൻ കാർഡ് സർവീസുകൾ ഇവിടെ ചെയ്യുന്നു എന്നാണ് വേണ്ടത്. അവിടെ സർവീസ് എന്ന് ആക്കുക. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഫോൺ നമ്പറും കൊടുക്കുക. ഞാൻ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം. ആ ഫോൺ നമ്പറും കൊടുക്കുക. അതേപോലെ തന്നെ ഈ ലോഗോയും കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് തരണം. ഇതിവിടെ എഴുതി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ലോഗോയും കൂടെ കൊടുക്കണം. ഒന്ന് വാട്സാപ്പ് നമ്പറും കൂടെ ഒന്ന് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ ലോഗോ ചെയ്യാൻ പോവുകയാണ്. ആ ലോഗോ എടുക്കാൻ പോവുകയാണ്. ഒരു ഉദാഹരണം, ഇതാണ് എൻ്റെ ലോഗോ എന്ന് വെക്കുക. ഞാൻ ആ ലോഗോ ക്രോപ്പ് ചെയ്തു. ഞാൻ ലോഗോ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. ലോഗോ ആഡ് ചെയ്തു. അതേപോലെ വാട്സാപ്പ്
നമ്പർ ഈസ് 9495270555. അത് ഞാൻ കൊടുത്തു. ഇതിപ്പം ആഡ് ചെയ്ത് തരുവേ. ഞാൻ കൊടുത്തു. ഇതാ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാവേ ഇനി എന്താ വരുന്നതെന്ന് നോക്കാം. ഇനിയും എത്ര തെറ്റുണ്ടെങ്കിലും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പാൻ കാർഡ് സർവീസാണ് വേണ്ടത്. അത് സേ ആയിപ്പോയി. അത് നമുക്ക് എത്രയാണെങ്കിലും വേണേൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. കണ്ടോ ഞാൻ പറഞ്ഞ വാട്സാപ്പ് നമുക്ക് കണ്ടോ, നേരെ നമ്മുടെ ലോഗോയും എടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. കണ്ടോ ഇന്ന് വേണോ ഇന്ന് തന്നെ പാൻ കാർഡ് വേണോ ഇന്ന് തന്നെ ബന്ധപ്പെടും. കണ്ടോ ഇങ്ങനത്തെ ഒരു പോസ്റ്റർ അല്ലാതെ ആക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം. ഇതിങ്ങനെ തന്നെ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ വരുമാനം മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്ത് ഉപയോഗിക്കാൻ അറിയാത്തവർക്ക് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാനും പറ്റും. എത്ര എളുപ്പമാണ് ഒരു പോസ്റ്റർ ഉണ്ടാക്കുക എന്നത്. ശ്രദ്ധിക്കുക, മനസ്സിലായല്ലേ? ഇങ്ങനെയാണ് നമുക്കൊരു പോസ്റ്റർ ഇതിലൂടെ ക്ലിയർ ചെയ്യുന്നത്. ഇനി അടുത്ത കാര്യം നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. കണ്ടോ ഇത് ഇവിടെ ഡൗൺലോഡ് ബട്ടൺ കണ്ടോ, ഒരു ബട്ടൺ കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇനി എഡിറ്റ് ചെയ്യാം. നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, സംസാരിച്ചാൽ മതി. സംസാരിച്ചാൽ വരെ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഉദാഹരണം കണ്ടോ, ഈ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യേണ്ട ഇവിടെ ഉണ്ടോ ഡൗൺലോഡ്സ് വന്ന് അവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ഇത് നേരെ നമ്മുടെ ഡൗൺലോഡ്സിലുണ്ടാവും. ഡൗൺലോഡ്സ് ഫോൾഡറിൽ ഉണ്ടാവും പോസ്റ്റർ. എന്ത് മനോഹരമായ പോസ്റ്റർ, വിത്തിൻ സെക്കൻഡിനുള്ളിൽ നമ്മൾ ചെയ്തില്ലേ. ഇതിപ്പോ ഒരു ഗ്രാഫിക് ഡിസൈനറെ വെച്ച് ചെയ്യുവാണെങ്കിൽ ദിവസങ്ങളോളം കാത്തു നിൽക്കുകയും ചെയ്യണം. പിന്നെ അതേപോലെ ഇത്രയും ക്ലിയർ ആയിട്ട് കിട്ടില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും ഇത് ചെയ്യും. ഇതാണ് എഐയുടെ ഒരു പ്രത്യേകത. നമ്മൾ മനോഹരമായ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയല്ലേ, ഇത്രയും വളരെ എളുപ്പമാണ്. ഇങ്ങനെയാണ് എഐ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾ കണ്ടത് ചാറ്റ്ജിപിടിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. എഐ നിങ്ങളുടെ ജോലി ഇല്ലാതാക്കാൻ വന്ന ആളല്ല. എഐ ഉപയോഗിക്കാൻ പഠിച്ച ആളുകൾ എഐ ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാരെ പിന്നിലാക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് എഐ ഉപയോഗിച്ച് തുടങ്ങണം. അടുത്ത ക്ലാസ്സിൽ ഞാൻ ശക്തമായ എഐ ടൂളുകളും അവ ഉപയോഗിച്ച് എങ്ങനെ നിങ്ങളുടെ ബിസിനസ് വളർത്താമെന്ന് നമുക്ക് പഠിക്കാം. അതേപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫോളോ ചെയ്യുക. കാരണം ഇതേപോലുള്ള പല കാര്യങ്ങളും ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജും അതായത് യൂട്യൂബ് ചാനലിൽ എപ്പോഴും പുതിയ ഓരോരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. പുതിയ ടൂളുകളെ കുറിച്ചും ബിസിനസിനെ കുറിച്ചുമാണ് ഞാൻ യൂട്യൂബിൽ ചെയ്യാറ്. അതുകൊണ്ട് ആ യൂട്യൂബ് ചാനലും ഇന്ന് തന്നെ ഫോളോ ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇത് നമ്മുടെ എയുടെ ചാറ്റ്ജിപിടിയുടെ ക്ലാസ്സിലെ ആദ്യത്തെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ബാക്കി 4 ഭാഗങ്ങൾ നമ്മുടെ ട്യൂട്ടോറിയൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. അതിൽ കൂടെ നിങ്ങൾ കൂടുതലായി പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് മാത്രം നിർത്തരുത്. ബാക്കി ക്ലാസ്സുകൾ കാണാൻ നമ്മുടെ ട്യൂട്ടോറിയൽ പ്ലാറ്റ്ഫോമിലോട്ട് പോകാം. ഇപ്പോൾ ഞാൻ അതിലേക്ക് എങ്ങനെ പോകാമെന്നൊരു ഡെമോയും കാണിച്ചു തരാം. ബ്രൗസറിൽ പോവുക, നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുക. സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓഫീസ് നൽകിയ ലോഗിൻ ID പാസ്വേഡും കൊടുക്കുക. അതിനുശേഷം കോഡ്സ് എന്ന് പറഞ്ഞത് കോഡ്സ് ക്ലിക്ക് ചെയ്യുക. കോഡ്സിൽ നമ്മുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ID ഇല്ലേ, ആ ഇമെയിൽ ID കൊടുക്കുക. OTP കൊടുക്കുക. നേരെ കോഡ്സിലോട്ട് പോകും. വെരിഫൈ ചെയ്യുക. അതിൽ ഇവിടെ കോഡ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. കോഡ്സിൽ നമ്മുടെ ഇതുണ്ട്, ഇവിടെ കോഡ്സുകൾ ഉണ്ടാവും. ആ കോഡ്സുകളിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മുടെ സൈറ്റിലോട്ട് പോകേണ്ടത്. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.